Hello friends, welcome to B Corp, the University for Trading. ഇന്ന് April 27, 2025. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഗോൾഡിൻ്റെ ഒരു പ്രീ മാർക്കറ്റ് അനാലിസിസ് ആണ്. April 20th ഞങ്ങളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അത് പ്രകാരം 6 minutes and 10 seconds നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് നല്ലൊരു ബൈ സോണാണെന്നും ആ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും നമ്മൾ പറഞ്ഞിരുന്നു. അതുപ്രകാരം നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ആ ഒരു ഏരിയയിലേക്ക് വരികയും ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റിൻ്റെ ഓർഡർ ബ്ലോക്ക് ആൻഡ് ബൈ സോൺ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആയിരുന്നു. ചെറിയൊരു വ്യത്യാസം മാത്രമാണ് അതിൽ വന്നിട്ടുള്ളത്. വീണ്ടും നമ്മളുടെ ഗോൾഡൻ സോൺ അല്ലെങ്കിൽ ആ പറയുന്ന ഒരു ബ്ലോക്കിലാണ് മാർക്കറ്റ് വന്നിട്ട് തിരിച്ച് ട്രാവൽ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മളുടെ ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ ഒഫീഷ്യൽ വാട്സപ്പ് കമ്മ്യൂണിറ്റികളിലുമെല്ലാം നമ്മൾ മെൻഷൻ ചെയ്തിരുന്നതാണ്. എനിവേ ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാം നല്ലൊരു പ്രോഫിറ്റാണ് ഏൺ ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 1100 പിപ്സിന് മുകളിൽ 1144 പിപ്സോളം ഞങ്ങളുടെ മെമ്പേഴ്സ് പ്രോഫിറ്റ് എടുത്തിരിക്കുന്നു. അറ്റ് ദി സെയിം ടൈം പല വ്യക്തികളും മാർക്കറ്റിൻ്റെ മുകളിൽ ഈ പറയുന്ന ടോപ്പ് പൊസിഷൻസിൽ എൻട്രി എടുത്തതായിട്ടും നമ്മൾ കണ്ടിരുന്നു. ഈ ഒരു പ്രീ മാർക്കറ്റ് അനാലിസിസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്കൊരു സ്റ്റോറി പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. ദി ബഫറ്റ് പ്ലേറ്റ് ഡിസാസ്റ്റർ എന്ന് പറയുന്ന ഒരു രസകരമായിട്ടുള്ളൊരു സ്റ്റോറിയാണ് കേട്ടോ ഇത്. അതായത് നിങ്ങൾ ഈ പടത്തിൽ കാണുന്ന കഥാപാത്രത്തിൻ്റെ പേര് പീറ്റർ എന്നാണ്. അദ്ദേഹമാണ് നമ്മുടെ കഥാനായകൻ. അപ്പോൾ പീറ്ററിനെ ഒരിക്കൽ പീറ്ററിൻ്റെ ഫ്രണ്ട് അദ്ദേഹത്തിൻ്റെ കല്യാണ ഫംഗ്ഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് അദ്ദേഹത്തിനോട് പറയുകയാണ്, പീറ്റർ എൻ്റെ കല്യാണമാണ്, നീ എൻ്റെ കല്യാണത്തിന് വരണം, റിസപ്ഷന് ബൊഫേ ഫുഡാണ് ഉള്ളതെന്ന് പറയുന്നത്. പീറ്റർ വളരെ സന്തോഷവാനാകുന്നു. പീറ്റർ വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ മാരേജ് ഫംഗ്ഷനിലേക്ക് പോവുകയാണ്. പോയപ്പോൾ പീറ്ററിന് കാണാൻ സാധിച്ചത് ഒരുപാട് ടേസ്റ്റി ആയിട്ടുള്ള ഡിഷസ് അവിടെ നിരത്തി വെച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാം കഴിക്കാനായിട്ടൊരു കൊതി തോന്നുകയാണ്. പിന്നീട് കാണുന്ന ഒരു പിക്ചറാണ് ഈ ഒരു പിക്ചർ എന്ന് പറയുന്നത്. ഒരു പ്ലേറ്റ് നിറയെ അദ്ദേഹത്തിനെ കൊണ്ട് എടുക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ വിഭവങ്ങൾ അദ്ദേഹം പ്ലേറ്റിൽ നിറയ്ക്കുകയാണ്. ഈ പ്ലേറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് പിസ്സ കാണാം, ചിക്കൻ കാണാം, വെജിറ്റബിൾസ് കാണാം, ഗുലാബ് ജാമുൻ കാണാം, എല്ലാ തരത്തിലുള്ള പാസ്ത, എല്ലാ തരത്തിലുള്ള ഫുഡും അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? പീറ്ററിനെ കൊണ്ട് ഇത് കഴിക്കാൻ സാധിക്കുമോ? വിൽ പീറ്റർ ബി ഏബിൾ ടു ഈറ്റ് ദിസ് ബിഗ് ബഫറ്റ്? ഒരിക്കലുമില്ല, അല്ലേ? കാരണം ഇത്രയും വലിയൊരു പ്ലേറ്റ് ഈ മെലിഞ്ഞൊരു വ്യക്തിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഇതിൻ്റെ വെയിറ്റ് താങ്ങാൻ വയ്യാതെ അദ്ദേഹം താഴെ വീണ് കംപ്ലീറ്റ് ഇത് നാശമാക്കുകയും ചെയ്യും. ഇത് തന്നെയാണ് ട്രേഡിങ്ങിൻ്റെ കാര്യത്തിൽ പല വ്യക്തികളും ചെയ്യുന്നതെന്ന് പറയുന്നത്. അതായത് ഞങ്ങൾ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നതാണ്, ഈ ഒരു ഏരിയയിൽ നല്ലൊരു ബൈ സോൺ ആണെന്നും ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻട്രി പോകാമെന്നും നമ്മൾ മെൻഷൻ ചെയ്തിരുന്നൊരു ഏരിയ ആണിതെന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി മെനി പീപ്പിൾ ഹാവ് ടേക്കൺ ഗ്രേറ്റ് പ്രോഫിറ്റ്സ്, ബട്ട് അറ്റ് ദി സെയിം ടൈം ഈ ഒരു ഏരിയ മെൻഷൻ ചെയ്തിട്ട് പോലും പല വ്യക്തികൾ റിസ്ക് മാനേജ്മെൻറ്റ് കൂടാതെ നമ്മളുടെ പീറ്ററിനെ പോലെ ഇതേപോലെ ബഫറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയകളിൽ ഒരു 3 ട്രേഡ്സ് ആണ് എടുക്കാൻ ആപ്ലിക്കബിൾ എങ്കിൽ പോലും പല വ്യക്തികളും 3ക്ക് പകരം 30, 40, 15 ട്രേഡ്സ് വരെ ഇവിടെ എടുത്തു വെച്ചതായിട്ട് കാണാൻ സാധിക്കുന്നു. ലക്കിലി 95% of the team members are safe because they have taken discipline very seriously. At the same time, many people have encountered losses because of not following discipline. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ പീറ്ററിൻ്റെ സ്റ്റോറി നിങ്ങൾ എക്കാലവും ഓർത്തിരിക്കുക. നമ്മളുടെ അക്കൗണ്ട് എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ കപ്പാസിറ്റി നമ്മൾ മനസ്സിലാക്കണം. $1000 കൊണ്ട് ട്രേഡ് ചെയ്യുന്ന വ്യക്തികൾ എങ്ങനെയാണ് റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യേണ്ടത്? ഒരു $10,000 കൊണ്ട് ട്രേഡ് ചെയ്യുന്ന വ്യക്തികൾ എങ്ങനെയാണ് റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് ട്രേഡുകൾ ഡൈവേഴ്സിഫൈ ചെയ്യേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓൾറെഡി ഞങ്ങളുടെ അനാലിസിസുകളിൽ ഈ ഒരു ഏരിയ സ്ട്രോങ് ആയിട്ട് മെൻഷൻ ചെയ്തിരുന്നുവെങ്കിലും ഈ ഒരു ഏരിയയിൽ അമിതമായിട്ടുള്ള പ്രോഫിറ്റ് വേണം എന്നാഗ്രഹിച്ച് പല വ്യക്തികളും ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ലക്കിലി ഫണ്ട് ആഡ് ചെയ്തതുകൊണ്ട് ഇപ്പോഴും പല വ്യക്തികളുടെയും അക്കൗണ്ട് സേഫ് ആണ്. ലെറ്റ്സ് ഹോപ്പ് ദാറ്റ് ദിസ് മാർക്കറ്റ് വിൽ റീച്ച് ഹിയർ ആൻഡ് ഓൾ ദി പീപ്പിൾ വിൽ ബി സേഫ്. ആൻഡ് ഐ റിയലി അപ്രീഷിയേറ്റ് ഓൾ ദി ഡിസിപ്ലിൻഡ് ട്രേഡേഴ്സ് ബിക്കോസ് ഈ ഒരു ഏരിയയിൽ എൻട്രി എടുത്തിട്ടുള്ള എല്ലാ ആൾക്കാരും വളരെയധികം പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക്
ഇനി നമുക്ക് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സിലോട്ട് കടക്കാം. മാർക്കറ്റ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് ഏരിയയാണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും 4 അവേഴ്സിൻ്റെ ഒരു ഫിബ് സോണിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറയുന്നത്. അതുമാത്രമല്ല ഈ ഒരു ഏരിയയിൽ ഒരു റീറ്റെയിൽ സപ്പോർട്ടും കാണാൻ സാധിച്ചു. റീറ്റെയിൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇതൊരു റീറ്റെയിൽ ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റിയാണ്. ഓക്കെ, ഇതൊരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇതൊരു ഫ്ലാഗ്, ഒരു ബുള്ളിഷ് ഫ്ലാഗാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അറ്റ് ദി സെയിം ടൈം നമുക്ക് സ്മാർട്ട് മണി കൺഫർമേഷൻസും ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊരു റീറ്റെയിൽ ഇങ്ങനെയോ നമുക്കൊരു റീറ്റെയിൽ സപ്പോർട്ടായിട്ട് നമുക്കിത് എടുക്കാം. മാർക്കറ്റ് ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വരാൻ സാധ്യതയുള്ള ഏരിയാസ് എന്ന് പറയുന്നത് ഫിബ് സോൺ ആൻഡ് ഓർഡർ ബ്ലോക്ക് അടങ്ങുന്ന ഈ ഒരു ഏരിയയാണ്. സോ ഈ ഒരു ഏരിയകളിൽ മാർക്കറ്റ് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എക്സിറ്റ് ആവാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കണം. ഇവിടെ ഈ ഒരു ഏരിയയിൽ എൻട്രി എടുത്ത വ്യക്തികളാണെങ്കിൽ ഇവിടെ എക്സിറ്റ് ആവാനായിട്ടുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഐ മെൻഷൻ ദോസ് ഏരിയാസ്, ദിസ് ഈസ് ദി സേഫസ്റ്റ് ഏരിയാസ് ടു എക്സിറ്റ് ഫ്രം 3401 to 3452. ഈ ഒരു ഏരിയയിൽ ഒരു സേഫ് എക്സിറ്റ് ഏരിയയാണ്. അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് വന്ന് ഇവിടെ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്സൈഡ് മൂവ്മെന്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ മനസ്സിലാക്കണം, ഓരോ വ്യക്തികളും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഈസ് ഓൾ അബൌട്ട് പ്രോബബിലിറ്റീസ്. നമുക്ക് ഒരു കാര്യങ്ങളിലും ഉറപ്പ് പറയാൻ പറ്റില്ല. നമുക്ക് സോൺസ് മാത്രമാണ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നത്. അറ്റ് ദി സെയിം ടൈം നമ്മൾ ഡെയിലി ടൈം ഫ്രെയിം കൂടെ നോക്കേണ്ടതായിട്ടിരിക്കുന്നു. ഡെയിലി ടൈം ഫ്രെയിമിൽ മാർക്കറ്റിൻ്റെ ഒരു പുൾ ബാക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ വരാനായിട്ടുള്ള, അതായത് കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഈ ഒരു ഏരിയകളിൽ ഫ്രം 3163 to 3066 എന്ന് പറയുന്ന ഏരിയകളിൽ വരാനായിട്ടുള്ള സാധ്യതകളും കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ അക്കൗണ്ടും വളരെ സേഫ് ആയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. സേഫായിട്ട് പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റോട് കൂടി ട്രേഡുകൾ എടുക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ പറയാനായിട്ടുള്ളത്. സോ 2 ചാൻസസ്, ഒന്ന് മാർക്കറ്റ് ഇവിടുന്ന് മുകളിൽ പോകാം, അല്ലെങ്കിൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫിബ് പ്ലസ് ഓർഡർ ബ്ലോക്ക് സോണിൽ വരാനായിട്ടുള്ള സാധ്യതകളും കാണുന്നു. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് പറയാനുള്ളത്, പീറ്ററിൻ്റെ കഥ ഒരിക്കലും മറക്കരുത്. അതെപ്പോഴും മനസ്സിൽ വെച്ചിട്ട് വേണം, ദി ബഫറ്റ് പ്ലേറ്റ് ഡിസാസ്റ്റർ എന്ന് പറയുന്ന സ്റ്റോറി നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം ഓരോ ട്രേഡുകളും നിങ്ങൾ എടുക്കാൻ വേണ്ടി. എനിവേ, കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ദി പീപ്പിൾ ഹു ഹാസ് ഏൺഡ് from $1,000 to $25,000 from this area. എനിവേ, നിങ്ങൾക്കെല്ലാവർക്കും നല്ല രീതിയിലുള്ള വരുമാനം നേടിയെടുക്കാനും ഡിസിപ്ലിൻഡ് ആയിട്ട് ട്രേഡ് ചെയ്യാനും സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനോടൊപ്പം തന്നെ നിങ്ങൾ വെറുതെ ട്രേഡ് എടുക്കാതെ ട്രേഡിംഗ് പഠിച്ച് പ്രോപ്പറായിട്ട് ട്രേഡ് എടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്കൊരു അൺലിമിറ്റഡ് വെൽത്ത് ഈ ഒരു മേഖല നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ് മൈ ഡിയർ ഫ്രണ്ട്സ്, ആൻഡ് താങ്ക് യു സോ മച്ച്.